ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പൊടിയരിയും ചെറുപയറും വെച്ചിട്ടുള്ള ഒരു കഞ്ഞി, പുതിന ചമ്മന്തിയും വറുത്ത് അരച്ചൊരു ചമ്മന്തിയും. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കാഞ്ഞ ശേഷം ഈ ചെറുപയറൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കയ്യിൽ, 2 കയ്യിലാണ്, കുറച്ചേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിയണ്ട, ഒരു പച്ച മണം പോകുന്ന വരയ്ക്ക് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ വേറെ അടുപ്പിൽ ചുടുവെള്ളം വെച്ചിട്ടുണ്ട്. കഞ്ഞിക്ക് വേണ്ടിയിട്ട് ചുടുവെള്ളം വെച്ചിട്ടുണ്ട്. ഇത് വറുത്ത ശേഷം ഞാൻ ഈ അരി, പൊടിയരിയാണ്, പൊന്നിയരിയുടെ പൊടിയരി, അതും ഇതുമായിട്ട് കഴുകിയിട്ട് നമുക്ക് ചുടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടിട്ട് ഇതൊന്ന് വറക്കാം. ചെറുപയർ വറന്നിട്ടുണ്ട്. ഞാനത് പ്ലേറ്റിക്ക് അരിയുടെ കൂടെ ഞാൻ എടുത്തിടുന്നുണ്ട്. നല്ല കളറൊന്നും വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോഴേക്കും ഞാൻ ഈ ചീഞ്ചട്ടിയിൽ ചമ്മന്തിക്കുള്ളത് വറുത്തെടുക്കാം. നന്നായിട്ട് ഒന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ചമ്മന്തിക്കുള്ളതൊന്ന് വറുത്തെടുക്കാം. ചമ്മന്തിക്ക് ഇതാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: വറമുളക്, തോരൻപരിപ്പ്, കടലപ്പരിപ്പ്, മല്ലിയില, തോരൻപരിപ്പ്, കൊത്തമല്ലി. മല്ലിയില ഇടേണ്ട ആവശ്യമില്ല, കരിവേപ്പിലയുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണ ഒഴിക്കാതെ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ഒഴിക്കാണ്ട് വേണം വറുത്തെടുക്കാൻ. ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇടാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വറന്നിട്ടുണ്ട്. ഒന്ന് താത്തി വെച്ച് കരിയണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങ ഇടാം. കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുളി ഇടുന്നുണ്ട്. ഈ പുളി ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിവേപ്പില കുറച്ചും കൂടി ഇടാം. നന്നായി വറുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായിട്ട് ഒരു കളർ മാറുന്നവരേക്കും ഒന്ന് വറുത്തെടുക്കാം. മല്ലിയില ഇടേണ്ട ആവശ്യമില്ല. നന്നായി വറന്നിട്ടുണ്ട്. ഞാനത് പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്. കഞ്ഞിക്കുള്ള വെള്ളം ഞാൻ ഈ അടുപ്പിൽ കഞ്ഞിയിലേക്ക് ഇടുന്നുണ്ട്. ചുടുവെള്ളം വെച്ചിട്ടുണ്ട്. എനിക്ക് കുക്കറിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ആകുമ്പോഴേക്കും കഞ്ഞി ഇവിടെ റെഡിയാവും. ഒന്ന് ഇളക്കി കൊടുക്കുക. കഞ്ഞി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വിസിൽ വയ്ക്കാം. ഒരു 2-3 വിസിൽ വയ്ക്കാം. വേഗം വേകും. പൊടിയേരിയും പരിപ്പും ഇല്ല, വേഗം വേകും. ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കാനുണ്ട്. നമുക്ക് ചമ്മന്തിക്ക് ഒരു തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തൈരിന് വേണ്ടിയിട്ട് ഇത് നന്നായിരിക്കും. നമുക്ക് കഞ്ഞിക്കൊക്കെ നന്നായിരിക്കും. ഇത് ഒന്ന് ചൂടാം. നമുക്ക് താത്തി വയ്ക്കാം. എന്നിട്ടൊന്ന് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ ഓഫാക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒന്ന് ഓഫാക്കിയ ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതുകൊണ്ടല്ലേ ഇതിൽ തന്നെ ചൂടാവും, നന്നായിട്ട് ചൂടാവും. ഒന്ന് ചൂടാക്കുന്നുണ്ട്. അധികം ചൂടാക്കുന്നത്
ഇത് കത്തിപ്പോവും. ഇതങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ എടുക്കാം. ഇതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഈ ചീനിച്ചട്ടി അടുപ്പിൽ വെക്കാം. അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം. നമുക്ക് ഈ ചീരയുണ്ട്, ചീര ഒന്ന് വറുക്കാനിടണം. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അതിന് ഈ വെളുത്തുള്ളി മുളകൊക്കെ ഇട്ടിട്ട് ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇതിങ്ങനെ ചതച്ച് വെച്ച തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി ഇതിങ്ങനെ ചതച്ചത് അങ്ങനെ ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി ഇടാം. ചെറിയൊരു സവോളയാണ്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോഴേക്കും കഞ്ഞി ഇവിടെ വിസിൽ വരാറായി. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. ഞാനിവിടെ ഇതങ്ങനെ ഈ ചീരയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ചുവപ്പ് ചീരയുണ്ട്, തണ്ടുള്ള ചീരയുണ്ട്, ഇതായത് അകത്ത് മിരിങ്ങ, പാലക്ക് ചീര, പിന്നെ മത്തൻ്റെ ഇല, ഇത് സാമ്പാർ ചീര. ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ നമുക്ക് പുളിയുടെ ഇല നന്നായിരിക്കും. ഇതിനൊക്കെ എരിവിനും ഒരു പുളിപ്പും ഉണ്ടാകും, നന്നായിട്ടുണ്ടാകും. ഇതൊന്ന് വറുത്ത ശേഷം ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം. ലാസ്റ്റ് മുളക് നമുക്ക് ഇതൊക്കെ ഒന്ന് ചുങ്ങിപ്പോകും. എന്നിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇടണം. ഉപ്പ് ഇതൊന്ന് വറന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായി ചുങ്ങിപ്പോകും. ഇത് തണ്ടുള്ള ചീര, നമ്മുടെ സാധാ ചീര തന്നെ. ഇത് പാലക്ക് ചീര, എല്ലാ ചീരയുണ്ട്. ചുവപ്പ് ചീര, ഇതാ നമുക്ക് പയറിൻ്റെ ചീര, ചേമ്പിൻ്റെ ഇല അതൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് നാട്ടുപുറം അല്ലാത്ത കാരണം ഇതൊക്കെ ഒന്ന് തപ്പി തിരഞ്ഞ് പോകണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ ചീരയൊക്കെ ഇടുന്നുണ്ട്. മത്തൻ്റെ ഇല, കഞ്ഞി വിസിൽ വരുന്നുണ്ട്, ഒന്ന് താത്തി വയ്ക്കാം. മത്തൻ്റെ ഇല, സാമ്പാർ ചീര. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളിയില, പുള്ളിയുടെ ഇല. ഇതൊരു പുളിപ്പുണ്ടാകും, നന്നായിട്ടുണ്ടാകും. എരിവും ഉപ്പും പുളിപ്പും ഒക്കെ ആകുമ്പോൾ നന്നായിട്ടുണ്ടാകും. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വറ്റിയിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇടാം. കഞ്ഞി വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ആയിട്ട് നമുക്ക് കഞ്ഞി ഒന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് അടച്ച് വെക്കാം. നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് ചുങ്ങട്ടെ. ചുങ്ങിയ ശേഷം നമുക്ക് മുളക് ഉപ്പൊക്കെ ഒന്നിടാം. ഇവിടെ ചുങ്ങി വന്നിട്ടുണ്ട് ചീര. നമുക്ക് ആവശ്യത്തിനുള്ള കറണ്ട് പോയി. നമുക്കിതവിടെ ആവശ്യത്തിനുള്ള മുളകിടാം. ചീരയ്ക്ക് ഞാനിത് ചെറിയ സ്പൂണിൽ ഒരു 2 സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ചീരയ്ക്ക് ആവശ്യമുള്ള ഉപ്പിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇളക്കി കൊടുക്കാം. നല്ല ചൊടിയോടെ ഉണ്ടാക്കുക. നല്ല കഞ്ഞിക്കൊക്കെ നന്നായിട്ടുണ്ടാവുള്ളൂ. ഈ എരിവും ഉപ്പും കറണ്ട് പോയ കാരണം വെളുത്തില്ല, കറണ്ട് വന്നു. നമുക്കിത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. ഗ്യാസ് ഒന്ന് താത്തി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും ഞാൻ ഈ ചമ്മന്തി ഒന്ന് അരച്ചിട്ട് വരാം. ഞാൻ അതിൽ തേങ്ങാ ചമ്മന്തി, പുതിന ഇല്ല, മല്ലിയില ചമ്മന്തിയാണ്. മല്ലിയില
കുറച്ച് പുളി, കറിവേപ്പില, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് തേങ്ങ, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതും അരയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വറുത്ത് വെച്ചത് ഈ ചമ്മന്തി ഇപ്പോൾ അരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ടിട്ട് അരയ്ക്കാം. ഇതാവുമ്പോഴേക്കും ഞാനതൊന്ന് അരച്ചിട്ട് വരാം. ഒന്ന് തുറന്ന് നോക്കാം. ഇതാ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇടാം. കുറച്ച് തേങ്ങ ചിരകി വെച്ചതാണ്. തോരൻ റെഡി ആയിട്ടുണ്ട്. 10 ഇലയൊന്നുമില്ല, ഉള്ള ചീര കൊണ്ട് ഞാനൊരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. റെഡിയായി. നമ്മുടെ കഞ്ഞി അപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് പപ്പടം ഒന്ന് ചുട്ടെടുക്കാം. ചമ്മന്തി അരച്ച് കഴിഞ്ഞു. ലാസ്റ്റ് എല്ലാം കാണിച്ചു തരാം. ഞാൻ ഇറക്കി വെക്കാം. ഈ പപ്പടം ഒന്ന് കാച്ചിയല്ല, ചുട്ടെടുക്കുക. മുമ്പൊക്കെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ പനിയായി അടുപ്പിലിട്ടിട്ട് ചുടും. പിന്നെ ചുട്ടിട്ട് കഞ്ഞി പപ്പടം ചുട്ടത് എണ്ണ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല മണം ഉണ്ടാകും. പപ്പടമൊക്കെ ചുട്ട് വരുമ്പോൾ അങ്ങനെ ചുട്ടെടുക്കാം. പപ്പടം ചുട്ടത് റെഡിയായി. ഇങ്ങനെ പപ്പടം സൂപ്പറായി. എണ്ണയില്ലെങ്കിൽ നമുക്ക് പപ്പടമൊക്കെ അങ്ങനെ ചുട്ടിട്ട് കഞ്ഞിക്ക് എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ശ്രദ്ധിച്ച് വേണം ചുടാൻ, വേഗം കരിഞ്ഞു പോകും. ഞാനിവിടെ ഒരു 3 പപ്പടം ചുട്ടിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. പപ്പടമൊക്കെ റെഡി ചുട്ടത് നന്നായി പൊള്ളച്ചൊക്കെ വരും. നമ്മുടെ കഞ്ഞി എങ്ങനെ നോക്കാം. കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നോക്കട്ടെ. വിസിലൊക്കെ പോയി വിസിലുണ്ട്. തുറന്ന് നോക്കാം. ഇതാ സൂപ്പറായിട്ട് കഞ്ഞി വെന്തിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി വിടാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ പാത്രത്തേക്ക് ഒഴിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കാം. തേങ്ങ ചിരകിയതും ഇടാം, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചൂട്ടോട് കൂടെ കഴിക്കണം. നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി, വറുത്ത ചമ്മന്തി, മല്ലിയില ചമ്മന്തി. ഇതപ്പം ഞാനൊരു തൈരിൻ്റെ കാര്യം പറഞ്ഞില്ലേ, തൈര് നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. നന്നായി കലക്കിയ ശേഷം അതിൻ്റെ കൂടെ കുറച്ച് പുളി ഒഴിക്കുക. പുളിപ്പില്ലാത്ത തൈരാണെങ്കിൽ കുറച്ച് പുളി ഒഴിക്കുക. കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പ്. അതിൻ്റെ കൂടെ അങ്ങനെ വറമുളക്, നമ്മൾ ചുട്ട് വെച്ച വറമുളക് ഇങ്ങനെ പൊടിച്ചിട്ട് വിടാം, ഇങ്ങനെ പൊട്ടിച്ചു വിടാം. നമ്മുടെ ഉള്ളിയൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെ ഇട്ട ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി ഇളക്കി കൊടുക്കുക.
കഞ്ഞി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ചെറുപയർ കഞ്ഞി, ചെറുപയറും പൊടിയരിയായിട്ടുള്ള കഞ്ഞി. തേങ്ങാപ്പാലൊക്കെ ഇത്തിരി കൂടെ നമുക്ക് ഒഴിക്കാം. തേങ്ങാപ്പാൽ, തേങ്ങ ചിരകിയിട്ട് ഇവിടെ അങ്ങനെ ചൂട്ടോട് കൂടെ കഴിക്കുക. ഇതാ ചമ്മന്തി, ഇതാ നല്ല തേങ്ങ വറുത്ത ചമ്മന്തി, ചീര തോരൻ, ചുട്ട പപ്പടം, ഇത് മല്ലിയില ചമ്മന്തി, ഇത് തൈര്, ചുട്ട മുളകും തൈരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.